ഓശാന, ഒരാഘോഷം, ഒരോർമ്മ, ഒരു ചിന്ത. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ എൽ സാൽവഡോറിലെ വിശുദ്ധ ഓസ്കാർ റൊമാറോയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ദാരിദ്ര്യത്തിനും അനീതിക്കും സാമൂഹിക അസമത്വങ്ങൾക്കും രാഷ്ട്രീയത്തിലെ അതിക്രമങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹത്തെ ഒരു ആശുപത്രി ചാപ്പലിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ രാഷ്ട്രീയ വൈരികൾ വധിക്കുകയായിരുന്നു. ശബ്ദിക്കാൻ കഴിയാത്തവരുടെ ശബ്ദമായിരുന്നു അദ്ദേഹം. സാമൂഹിക അസമത്വങ്ങൾ നിലനിന്നിരുന്ന ആ രാജ്യത്ത് അസമത്വത്തിനും അനീതിക്കുമെതിരെ നിലകൊള്ളുവാനും അതിനായി പ്രവർത്തിക്കുവാനും അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. മനുഷ്യാവകാശങ്ങൾ പാലിക്കപ്പെടുവാനും നടപ്പിലാക്കുവാനും അദ്ദേഹം പോരാടി. അവസാനം അത് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇന്ന് നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ക്രൈസ്തവ ലോകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ആഴ്ചയുടെ തുടക്കമാണ് ഓശാന ഞായർ. യേശുവിന്റെ പീഠാനുഭവവും മരണവും ഉത്ഥാനവും ഓർക്കുന്ന ഈ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ നാം ആഘോഷിക്കുന്ന ഈ ദിവസം വെറും ഒരു മതാചാരമോ ഒരു ഘോഷയാത്രയുടെ ഓർമ്മയോ മാത്രമല്ല, മറിച്ച് അത് മനുഷ്യ ജീവിതത്തെയും മനുഷ്യ സ്വഭാവത്തെയും കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ദിനവും കൂടിയാണ്. ജനക്കൂട്ടം വഴിയിലുടനീളം വസ്ത്രങ്ങൾ വിരിച്ചു ഒലിവ് ചില്ലകൾ വീശി ഓശാന എന്ന് വിളിച്ചുകൊണ്ടാണ് യേശുവിനെ സ്വീകരിച്ചത്. ഒരു രാജാവിനെ സ്വീകരിക്കുന്നത് പോലെയായിരുന്നു ആ സ്വീകരണം. ആ ദിവസം യേശു ജനങ്ങളുടെ കണ്ണിൽ ഒരു ഹീറോ ആയിരുന്നു. പക്ഷേ സംഭവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യേശു നഗരത്തിലേക്ക് പ്രവേശിച്ച രീതിയാണ്. ആ കാലത്ത് രാജാക്കന്മാരും സൈന്യാധിപന്മാരും യുദ്ധക്കുതിരപ്പുറത്ത് നഗരത്തിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നു. അത് ശക്തിയുടെയും അധികാരത്തിന്റെയും പ്രതീകമായിരുന്നു. എന്നാൽ യേശു തിരഞ്ഞെടുത്തത് വെറും ഒരു കഴുതക്കുട്ടിയെയാണ്. അതൊരു ലളിതമായ മൃഗം, സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മൃഗം. ഇതിലൂടെ അദ്ദേഹം പറയാതെ പറഞ്ഞ ഒരു വലിയ സന്ദേശമുണ്ട്. ജീവിതത്തിൽ വലിയതാകുവാനും വലിയ ആഡംബരങ്ങൾ ആവശ്യമില്ല, മറിച്ച് ലാളിത്യവും വിനയവും കൊണ്ടും മനുഷ്യരുടെ ഹൃദയത്തിൽ ഇടം നേടാം. നമ്മുടെ ജീവിതത്തിൽ നാം എന്തിൻ്റെയൊക്കെ പുറത്താണ് ഇന്ന് സവാരി ചെയ്യുന്നത്? അഹങ്കാരത്തിന്റെയോ പണത്തിന്റെയോ സ്ഥാനമാനങ്ങളുടെയോ കുതിരപ്പുറത്താണോ നാം ഇന്ന് സഞ്ചരിക്കുന്നത്? എങ്കിൽ ക്രിസ്തു ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു, ആ കുതിരപ്പുറത്തു നിന്നിറങ്ങി ക്രിസ്തുവിനെ പോലെ നീ വിനയമുള്ളതാകുക. നമ്മുടെ അഹങ്കാരത്തെ കുരിശിന്റെ ചുവട്ടിൽ അഴിച്ചുവെക്കുവാനുള്ള ആഹ്വാനമാണ് ഈ ഓശാന. ഓശാന ദിനത്തിലെ മറ്റൊരു വലിയ സത്യമാണ് ജനങ്ങളുടെ മനസ്സിന്റെ മാറ്റം. അന്നേ ദിവസം ഓശാന എന്ന് വിളിച്ച ജനങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കുരിശിലേറ്റുക എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് വെറും ബൈബിൾ കഥ മാത്രമല്ല, ഇന്നത്തെ ലോകത്തും നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരാളെ ഒരു ദിവസം പ്രശംസിക്കുകയും അടുത്ത ദിവസം വിമർശിക്കുകയും ചെയ്യുന്ന ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ജനങ്ങളുടെ അഭിപ്രായവും പിന്തുണയും വളരെ വേഗം മാറുന്ന ഒന്നാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയാലും ഇത് ഒരു സത്യം തന്നെയല്ലേ? ചില ദിവസങ്ങളിൽ നാം വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കും, നല്ല രീതിയിൽ ജീവിക്കും. എന്നാൽ ചില ദിവസങ്ങളിൽ നാം എല്ലാം മറന്നുപോകും. ചിലപ്പോൾ നാം വിശ്വാസത്തോട് അടുത്ത് നിൽക്കും, ചിലപ്പോൾ വളരെ ദൂരെയാകും. മനുഷ്യ ജീവിതം ഇങ്ങനെ ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതല്ലേ? ഓശാന ദിവസം നമ്മെ മറ്റൊരു ചെറിയ കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ആ ഘോഷയാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അതാണ് കഴുത. സാധാരണയായി ആരും ശ്രദ്ധിക്കാത്ത, വലിയ വില കൊടുക്കാത്ത ഒരു ജീവി. പക്ഷേ ആ ദിവസം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അതാണെന്ന് യേശുവിനെ വഹിച്ചത്. ഒരുപക്ഷെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വലിയ ആളാകണം എന്നില്ല. ചെറിയവർക്കും സാധാരണക്കാർക്കും ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുവാൻ കഴിയും. ജീവിതത്തിൽ പലപ്പോഴും നാം നമ്മെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാറില്ലേ?
എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, എനിക്ക് വലിയ സ്ഥാനമില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത്. പക്ഷേ ഓശാനയുടെ കഥ നമ്മോട് പറയുന്നത് ഇതാണ്: ഓരോരുത്തർക്കും ഒരു സ്ഥാനമുണ്ട്, ഒരു പങ്കുണ്ട്, ഒരർത്ഥമുണ്ട് എന്നതാണ്. ഓശാന ദിവസം മറ്റൊരു വലിയ വിരോധാഭാസവും നമ്മെ കാണിക്കുന്നു. വലിയ സന്തോഷത്തോടെ ആരംഭിക്കുന്ന ഒരാഴ്ച വളരെ ദുഃഖകരമായ സംഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ആ ദുഃഖത്തിന് ശേഷമാണ് സന്തോഷം വരുന്നത്. ഇത് മനുഷ്യ ജീവിതത്തിലും സത്യമാണ്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ആർക്കുമില്ല. ബുദ്ധിമുട്ടുകളും നിരാശകളും പരാജയങ്ങളും എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ അവയെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യൻ കൂടുതൽ ശക്തനായി തീരുന്നത്. ഈ ഓശാന ദിനത്തിൽ നമുക്ക് വലിയ ആത്മീയ തീരുമാനങ്ങൾ എടുക്കേണ്ടതില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു? ആളുകൾ എന്നെ പ്രശംസിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ ലളിതമായ ജീവിതമാണോ ഇഷ്ടപ്പെടുന്നത്, അതോ വെറും പ്രകടനമോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? ഓശാന എന്ന വാക്കിന്റെ അർത്ഥം ആദ്യം രക്ഷിക്കണമേ എന്നായിരുന്നു. പിന്നീട് അത് സന്തോഷത്തിന്റെ വിളിയായി മാറി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുമ്പോൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോൾ, സത്യസന്ധമായി ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു ഓശാനയും ഉണ്ടാകും. പാവങ്ങൾ ചിലയിടങ്ങളിൽ അടിമവേല ചെയ്യുകയാണ്. ചിലർ ചൂഷണം ചെയ്യപ്പെടുന്നു. ധാരാളം കുടുംബങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒത്തിരി പേർ രോഗികളാണ്. നോക്കൂ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും ഭീകര പ്രവർത്തനങ്ങളും ആഭ്യന്തര കലാപങ്ങളും മനുഷ്യരുടെ ജീവിതം ഇന്ന് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാൻ ഉൾപ്പെടെ മധ്യപൂർവ്വ ദേശങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളും യുദ്ധഭീഷണികളും ലോകത്തെ വീണ്ടും ഭയത്തിലും അനിശ്ചിതത്വത്തിലും ആഴ്ത്തുകയാണ്. യുദ്ധങ്ങൾ തുടങ്ങുന്നത് രാഷ്ട്രീയ തീരുമാനങ്ങളാലും അധികാര മത്സരങ്ങളാലും ആയിരിക്കാം. പക്ഷേ യുദ്ധത്തിന്റെ യഥാർത്ഥ വില കൊടുക്കുന്നത് സാധാരണ മനുഷ്യരല്ലേ? നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും വീടുകളും സ്വപ്നങ്ങളും നഷ്ടപ്പെടുത്തി അഭയാർത്ഥികളായി അലഞ്ഞുതിരിയുമ്പോൾ, ഇന്നലെ വരെ സ്കൂളിൽ പോയിരുന്ന കുട്ടികൾ ഇന്ന് ബോംബ് ശബ്ദം കേട്ട് പേടിച്ച് ജീവിക്കുമ്പോൾ, കുടുംബത്തെ നഷ്ടപ്പെട്ട് കരയുന്ന മനുഷ്യന്റെ വേദന ലോക വാർത്തകളിൽ ഇന്ന് വെറുമൊരു സംഖ്യയായി മാത്രം മാറുകയല്ലേ? ആയുധങ്ങൾ ശേഖരിച്ചും നിർമ്മിച്ചും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന ശക്തരായ രാജ്യങ്ങളുടെ ഇടയിൽ കുടുങ്ങി ജീവിക്കേണ്ടി വരുന്ന പതിനായിരക്കണക്കിന് സാധാരണ മനുഷ്യർ ഭയത്തോടെയും അനിശ്ചിതത്വത്തോടെയും ഓരോ ദിവസവും ജീവിക്കുവാൻ പോരാടുകയാണ്. യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവരുന്നില്ല. അത് കൂടുതൽ വൈരവും കൂടുതൽ നാശവും കൂടുതൽ അനാഥരായ കുട്ടികളെയും മാത്രമാണ് ലോകത്തിന് നൽകുന്നത്. ഇത് നമ്മെ ഒരു വലിയ സത്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. മനുഷ്യൻ എത്ര വളർന്നാലും എത്ര സാങ്കേതിക വിദ്യ നേടിയാലും മനുഷ്യ ഹൃദയം സ്നേഹവും കരുണയും പഠിച്ചില്ലെങ്കിൽ ലോകം ഒരിക്കലും സമാധാനത്തിലാകില്ല. യഥാർത്ഥ സമാധാനം യുദ്ധം ജയിച്ചുണ്ടാകുന്നതല്ല, മനുഷ്യനെ മനസ്സിലാക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. അതിനാൽ ഈ വിശുദ്ധ വാരത്തിന്റെ ആരംഭത്തിൽ നമുക്ക് ഒരു കാര്യമാണ് ചിന്തിക്കേണ്ടത്. ലോകം മാറണമെങ്കിൽ ആദ്യം നമ്മൾ മാറണം. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകണം, നമ്മുടെ വാക്കുകളിൽ സ്നേഹമുണ്ടാകണം, നമ്മുടെ പ്രവൃത്തികളിൽ കരുണയുണ്ടാകണം. ലോക സമാധാനം വലിയ നേതാക്കളുടെ യോഗങ്ങളിൽ മാത്രം തീരുമാനിക്കപ്പെടുന്നതല്ല, അത് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ഒരു മനുഷ്യൻ മറ്റൊരാളെ മനസ്സിലാക്കുമ്പോൾ അവിടെ സമാധാനം ആരംഭിക്കുകയാണ്. ഒരു കുടുംബം തമ്മിൽ ക്ഷമിക്കുമ്പോൾ അവിടെ സമാധാനം ആരംഭിക്കുകയാണ്. ഒരു സമൂഹം പരസ്പരം ബഹുമാനിക്കുമ്പോൾ അവിടെ സമാധാനം ആരംഭിക്കുകയാണ്. അങ്ങനെ മനുഷ്യ ഹൃദയങ്ങളിൽ ആരംഭിക്കുന്ന ചെറിയ സമാധാനങ്ങളാണ് ഒടുവിൽ ലോക സമാധാനമായി മാറേണ്ടതും. ഇന്നത്തെ ലോകം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. മനുഷ്യനെ ജയിക്കുന്നതല്ല ലോകത്തിന് വേണ്ടത്, മനുഷ്യനെ സ്നേഹിക്കുവാൻ പഠിക്കുന്നതാണ് ലോകത്തിന് വേണ്ടത്. മനുഷ്യ അന്തസ്സ് നഷ്ടപ്പെട്ട് പരിത്യക്തതയുടെ മനോവേദനയിൽ കഴിയുന്നവരുടെ വ്യക്തിത്വങ്ങളിൽ യേശുവിനെ നാം കണ്ടെത്തേണ്ടതും തുണയ്ക്കേണ്ടതുമാണ്. കാരണം ആണിപ്പാടുള്ള കൈകളും കുത്തിത്തുറക്കപ്പെട്ട വിലാപവുമായും
അടിയേറ്റ് വ്രണതമായ ദേഹവും മ്ലേച്ഛമായ മുഖവുമുള്ള ക്രിസ്തുവിനെ പരിത്യക്തരായ സഹോദരങ്ങളിൽ നാം കണ്ടെത്തേണ്ടതാണ്. കണ്ണുകളിൽ നോക്കി അലിവോടെ അവരെ ആശ്ലേഷിക്കുവാനും സ്നേഹിക്കുവാനുമാണ് നമ്മോട് ഈ വിശുദ്ധ വാരത്തിന്റെ ആരംഭത്തിൽ, ഈ ഓശാന മഹോത്സവത്തിൽ ക്രിസ്തു ആവശ്യപ്പെടുന്നത്. ഓശാന ഞായർ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ലളിതമായ സന്ദേശം ഇതായിരിക്കാം: വലിയ ആളാകുവാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നല്ല മനുഷ്യനാകുവാൻ ശ്രമിക്കുക. അധികാരം നേടുന്നതിന് മുമ്പ് ആദരം നേടാൻ ശ്രമിക്കുക. ലോകം നമ്മെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ ലോകത്തെ സ്നേഹിക്കാൻ പഠിക്കുക. ഈ ഓശാന തിരുനാൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ശാന്തമായി ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ.